ഹായ് ഓൾ, എല്ലാവർക്കും വിന്നി ലൈഫ് എജു അക്കാദമിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, സെക്രട്ടേറിയറ്റ് OA, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്നീ എക്സാമിന് യൂസ്ഫുൾ ആയതാണ്. ഇമ്പോർട്ടൻ്റ് ആയ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്ത മറ്റു ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കൂടാതെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിലെ ഒന്നാമത്തെ ചോദ്യം, ആദ്യത്തെ മലബാറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമായ കാലഘട്ടമേത്? ഉത്തരം ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം. സെക്കൻഡ് വൺ, ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരെല്ലാം? ഉത്തരം KP കേശവമേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ. തേർഡ് വൺ, ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത രാഷ്ട്രീയ സമ്മേളനം നടന്നത് എന്ന്? ഉത്തരം 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത്? ഉത്തരം മഞ്ചേരിയിൽ നടന്ന 5ാം കോൺഗ്രസ് സമ്മേളനം. മഞ്ചേരിയിൽ നടന്ന 5ാം കോൺഗ്രസ് സമ്മേളനമാണ് കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോഴിക്കോട് എത്തിയവർ ആരെല്ലാം? ഉത്തരം ഗാന്ധിജി, ഷൗക്കത്ത് അലി. നെക്സ്റ്റ് വൺ, ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. നെക്സ്റ്റ് വൺ, ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. നെക്സ്റ്റ് ഒരു ടേബിളാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനവുമായി റിലേറ്റ് ചെയ്തത്. ഇതിലെ ആദ്യത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1916 പാലക്കാട് വച്ചിട്ടായിരുന്നു. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ആനി ബസന്റ്. 2ാം സമ്മേളനം നടന്നത് 1917 കോഴിക്കോട് വച്ചിട്ടായിരുന്നു. CP രാമസ്വാമി അയ്യരായിരുന്നു അധ്യക്ഷൻ. ആസാദ് അലിഖാൻ ബഹദൂർ അധ്യക്ഷനായ 3ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1918. ഇത് നടന്ന സ്ഥലമായിരുന്നു തലശ്ശേരി. 4ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1919 5ാം സമ്മേളനം നടന്നത് 1920 4ാം സമ്മേളനം നടന്നത് വടകര വച്ചിട്ടായിരുന്നു. അധ്യക്ഷൻ KP രാമൻ. 5ാം സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരിയാണ്. അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യറായിരുന്നു. നെക്സ്റ്റ് വൺ, ആനി ബസന്റ് സ്ഥാപിച്ച ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ മലബാറിൽ പ്രവർത്തനം തുടങ്ങിയത് എന്നാണ്? ഉത്തരം 1916 ഓൾ ഇന്ത്യ ഹോം റൂളിൻ്റെ ലീഗ് മലബാറിൽ പ്രവർത്തനം ആരംഭിച്ചത്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ഹോം റൂൾ ലീഗിൻ്റെ നേതാവ് ആരായിരുന്നു? ഉത്തരം KP കേശവമേനോൻ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ: 1920 ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലും ഒരു പുതിയ കാലഘട്ടം ആരംഭിച്ചു. ജില്ലയിലുടനീളം വിദേശ സാധനങ്ങളും കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബഹിഷ്കരിക്കപ്പെട്ടു. ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനമാണ്. 10ാമത്തെ ചോദ്യം, മലബാറിൽ മാപ്പിള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ്: കുടിയൊഴിപ്പിക്കൽ, ഉയർന്ന പാട്ടം, അന്യായമായ നികുതി പിരിവ്, ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈക്കൊണ്ട തെറ്റായ നികുതി നയമാണ് കലാപങ്ങളുടെ യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്തിയത് ആരാണ്? ഉത്തരം വില്യം ലോഗൻ. നെക്സ്റ്റ് വൺ,
മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏത്? ഉത്തരം വില്യം ലോഗൻ കമ്മീഷൻ. നെക്സ്റ്റ് വൺ. മാപ്പിള ലഹളയുടെ തുടർച്ചയായി 1921 നടന്ന കലാപം ഏത്? ഉത്തരം മലബാർ കലാപം. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്. മലബാറിലെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് മലബാറിലെ കർഷകരായിരുന്ന മാപ്പിളമാർ ആയിരുന്നു. മലബാർ ലഹളയുടെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻപുത്തൂർ സീതക്കോയ തങ്ങൾ, അലി മുസലിയാർ എന്നിവർ പങ്കെടുത്തു. മലബാറിലെ പോരാട്ടങ്ങൾ നടന്നിരുന്നത് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിരുന്നു. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. 15ാമത്തെ ചോദ്യം. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയതിന് ബ്രിട്ടീഷുകാർ വധശിക്ഷയ്ക്ക് വിധിച്ച നേതാക്കൾ ആരെല്ലാം? ഉത്തരം അലി മുസലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. നെക്സ്റ്റ് വൺ. പൂക്കോട്ടൂർ സംഭവം ഏതു സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മലബാർ കലാപം. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, വാഗൺ ട്രാജഡി, 1919 ഏപ്രിൽ 13 നടന്ന സംഭവം, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു. ഉത്തരമാണ് എയും സിയും. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും മലബാർ കലാപവുമായി റിലേറ്റ് ചെയ്തതാണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പൂക്കോട്ടൂർ യുദ്ധം. നമ്മൾ നേരത്തെ പറഞ്ഞു പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാപവുമായി റിലേറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. മലബാർ കലാപകാലത്ത് നടന്ന പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ നേതാവായിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ്. പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ പ്രധാന കാരണമായിരുന്നു പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റു ചെയ്യാൻ ശ്രമിച്ചത്. മലബാർ കലാപകാലത്തെ ആദ്യത്തെ ആസൂത്രിതവും നേരിട്ടുള്ളതുമായ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് 1921 ആഗസ്റ്റിലാണ്. ഇത് സംഭവിച്ചതും പൂക്കോട്ടൂരിലാണ്. ഏകദേശം 3000 കലാപകാരികളാണ് ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തത്. ഖിലാഫത്ത് നേതാവായിരുന്ന അലി മുസലിയാരെ അറസ്റ്റു ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും ഇതിൻ്റെ അനന്തരഫലമായി സ്പ്രെഡായി. കലാപം വളരെ ശക്തമായതുകൊണ്ടുതന്നെ കലാപത്തെ അടിച്ചമർത്താനാവശ്യമായ സൈനിക സഹായം മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നു തോമസ്. യുദ്ധക്കപ്പലിൻ്റെ സാന്നിധ്യം കലാപകാരികളെ ഭയപ്പെടുത്തും എന്ന ഉദ്ദേശത്തോടെ കോഴിക്കോട് തുറമുഖത്തെത്താൻ വേണ്ട സജ്ജീകരണം ചെയ്ത യുദ്ധക്കപ്പലാണ് കോമസ്. മലബാർ കലാപത്തെ തുടർന്ന് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ദുരന്തമാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. ഇത് സംഭവിച്ചത് 1921 നവംബർ 10-നാണ്. മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി 72 പേർ ശ്വാസം മുട്ടി മരിച്ചു. ഇതാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷനായിരുന്നു പോത്തന്നൂർ. വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. AR നേപ്പ് കമ്മീഷൻ വാഗൺ ട്രാജഡിയുമായി റിലേറ്റ് ചെയ്തതാണ്. വാഗൺ ട്രാജഡിയിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഗവൺമെൻറ് അനുവദിച്ച നഷ്ടപരിഹാരമായിരുന്നു 300 രൂപ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. 18ാമത്തെ ചോദ്യമാണ്.
കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം? ഉത്തരം 1930 ഏപ്രിൽ 13. നെക്സ്റ്റ് വൺ. കേരളത്തിലെ പ്രധാന ഉപ്പു സത്യാഗ്രഹ കേന്ദ്രങ്ങൾ ഏതെല്ലാം? ഉത്തരം പയ്യന്നൂർ, ബേപ്പൂർ. നെക്സ്റ്റ് വൺ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരെല്ലാം? ഉത്തരം കെ കേളപ്പൻ, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി. നെക്സ്റ്റ് വൺ. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ടിരുന്നത്? ഉത്തരം പയ്യന്നൂർ. നെക്സ്റ്റ് വൺ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധമുള്ളത് ഏതാണ്? ഓപ്ഷൻസ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായ സ്ഥലമാണ് പയ്യന്നൂർ. നെക്സ്റ്റ് വൺ. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ 1930 ഏപ്രിൽ 13 ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത്. പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഗാനമാണ് വരിക വരിക സഹചര്യ. ആൻസർ. മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധമുള്ള കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം കണ്ടെത്തുക. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ച പ്രക്ഷോഭം. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം. സി കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവർ പ്രധാന നേതാക്കളായിരുന്നു. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം. ഉത്തരം നിവർത്തന പ്രക്ഷോഭമാണ്. അടുത്ത ചോദ്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത്? ഓപ്ഷൻ. കീഴരിയൂർ ബോംബ് കേസ്, മലബാർ കലാപം, കയ്യൂർ സമരം, കോഴഞ്ചേരി പ്രസംഗം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കോഴഞ്ചേരി പ്രസംഗം. സി കേശവനുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് കോഴഞ്ചേരി പ്രസംഗം. നെക്സ്റ്റ് വൺ. പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഉത്തരം AK ഗോപാലൻ. AK ഗോപാലനാണ് പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ് വൺ. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ്? ഉത്തരം തൃശ്ശൂർ. അടുത്ത ചോദ്യം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ ആരെല്ലാമായിരുന്നു? ഉത്തരം EMS നമ്പൂതിരിപ്പാട്, AKG, P കൃഷ്ണപിള്ള. നെക്സ്റ്റ് വൺ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻസ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938 ഫെബ്രുവരി 23. നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു പട്ടം താണുപിള്ള. 1938 ഫെബ്രുവരി 25 ആദ്യ സമ്മേളനം നടന്നത്. ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ളയായിരുന്നു. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. നെക്സ്റ്റ് വൺ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത ആര്? ഉത്തരം അക്കാമ ചെറിയാൻ. 30ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിലെ ആദ്യ രക്തസാക്ഷി ആര്? ഉത്തരം രാഘവൻ. രാഘവനായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യ രക്തസാക്ഷി. നെക്സ്റ്റ്. കൊച്ചി രാജപ്രജാ മണ്ഡലം എന്ന ടോപ്പിക്കാണ്. അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. കൊച്ചി രാജപ്രജാ മണ്ഡലം രൂപീകൃതമായ വർഷമാണ് 1941 ജനുവരി 26. കൊച്ചി രാജപ്രജാ മണ്ഡലത്തിൻ്റെ സ്ഥാപകരായിരുന്നു S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണനെഴുത്തച്ഛൻ. കൊച്ചി രാജപ്രജാ മണ്ഡലത്തിൻ്റെ നേതാക്കളായിരുന്നു ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ. കൊച്ചി രാജപ്രജാ മണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാനായിരുന്നു AFW ഡിക്സൺ. പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനത്തിന് വേദിയായത് ഇരിങ്ങാലക്കുടയാണ്.
പ്രജാമണ്ഡലത്തിൻ്റെ അവസാന വാർഷിക സമ്മേളനം നടന്നത് തൃശ്ശൂരുമായിരുന്നു. ഈ ഇക്കണ്ടവാര്യ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ നിലവിൽ വന്ന വർഷം 1948. കൊച്ചി രാജപ്രജാമണ്ഡലം INCയിൽ ലയിച്ച വർഷം 1948. കൊച്ചി കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടനയായിരുന്നു കൊച്ചി രാജപ്രജാമണ്ഡലം. അടുത്ത ചോദ്യം, കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കയ്യൂരിലെ കർഷക ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരങ്ങളായിരുന്നു കയ്യൂർ സമരം. 1941 കാസർഗോഡ് വച്ച് നടന്ന സമരം. മഠത്തിൽ അപ്പു, പെടോര കുഞ്ഞമ്പു നായർ, കോയിത്താട്ടിയിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ എന്നിവരായിരുന്നു നേതാക്കൾ. കയ്യൂർ സമരത്തെ തുടർന്ന് 4 പേരെ 1943 മാർച്ച് 29 തൂക്കിലേറ്റി. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1942 ഓഗസ്റ്റ് 9. അടുത്ത ചോദ്യം, കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട നടന്ന സംഭവം. ഉത്തരം കീഴരിയൂർ ബോംബ് ആക്രമണം. നെക്സ്റ്റ് വൺ, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ വ്യക്തികൾ ആരെല്ലാം? ഉത്തരം ഡോക്ടർ KB മേനോൻ, കുഞ്ഞിരാമ കിടാവ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആര്? ഉത്തരം വക്കം അബ്ദുൾ ഖാദർ. നെക്സ്റ്റ് വൺ, മഹിളാ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരെല്ലാം? ഉത്തരം AV കുട്ടിമാളു അമ്മ, അക്കാമ ചെറിയൻ, ആനി മസ്ക്രിൻ. നെക്സ്റ്റ് വൺ, മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന വനിതയാര്? ഉത്തരം AV കുട്ടിമാളു അമ്മ. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകൾ ആരെല്ലാം? ഉത്തരം അക്കാമ ചെറിയൻ, ആനി മസ്ക്രിൻ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ്: സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരം. തുലാപ്പത്ത് സമരം എന്നറിയപ്പെട്ടിരുന്നു. K ശങ്കരനാരായണ തമ്പി, TV തോമസ്, പത്രോസ്, സുഗതൻ, CK കുമാരപ്പണിക്കർ എന്നിവർ നേതൃത്വം നൽകി. ഇതിൻ്റെ ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. 40ാമത്തെ ചോദ്യം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പുന്നപ്ര വയലാർ സമരം. നെക്സ്റ്റ് വൺ, തോൽവിറക് സമരനായി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കാർത്യായനി അമ്മ. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ഏത്? ഉത്തരം പാലിയം സത്യാഗ്രഹം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്, അത് വായിച്ചു നോക്കണം. ഇതിൻ്റെ കംപ്ലീറ്റ് PDF ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് തീരുമാനിച്ച സമ്മേളനം. ഉത്തരം 1920 നാഗ്പൂർ സമ്മേളനം. നെക്സ്റ്റ് വൺ, തിരുക്കൊച്ചി സംയോജനം നടന്നത് എന്ന്? ഉത്തരം 1949 ജൂലൈ 1. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1956 നവംബർ 1. അടുത്ത ചോദ്യം, ഒന്നാം കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം? ഉത്തരം 1. KR ഗൗരിയമ്മയായിരുന്നു ആ മന്ത്രി. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത്? ഉത്തരം 1957 ഏപ്രിൽ 1. ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്ത വകുപ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്.
ഇത് ഒന്ന് വായിച്ചു നോക്കണം. അടുത്ത ചോദ്യം, പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ട വ്യക്തിയാര്? ഉത്തരം നീലം സഞ്ജീവ റെഡ്ഡി. അടുത്ത ചോദ്യം, ഇന്ത്യയിലാദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത്? ഉത്തരം വടക്കൻ പറവൂർ. വടക്കൻ പറവൂർ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. നെക്സ്റ്റ് വൺ, സിനിമാ രംഗത്തു നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ മന്ത്രി? ഉത്തരം KB ഗണേഷ് കുമാർ. അടുത്ത ചോദ്യം, കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച വ്യക്തിയാര്? ഉത്തരം VR കൃഷ്ണയ്യർ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാവുന്ന തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുമാണ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെയും വേൾഡ് ഹിസ്റ്ററിയിലെയും കൂടാതെ ഇക്കണോമിക്സ്, ജിയോഗ്രഫി തുടങ്ങിയ സബ്ജക്റ്റുകളിൽ നിന്നുമെല്ലാം ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഈ ചാനൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്ത കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ PDF ലഭിക്കണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ നിന്നും നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്